നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ, അവര് ഇപ്പോൾ കുറച്ച് ഈഗോ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ, എന്താണ് അവരുടെ സിറ്റുവേഷൻ, അവരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്കിതിൽ വാലിഡായി തുടങ്ങുന്നത്. അതിനു മുൻപ് ഞാനൊരു സന്തോഷ വാർത്ത പറയുന്നുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിന് താഴെ രേഖ വാസുദേവ് എന്ന് പറയുന്നൊരു ചേച്ചി, അവര് പറയുന്നത് ഫീസ് ഒന്നും ഇല്ലാതെ, അതായത് തീരെ പേയ്മെന്റ് വാങ്ങാതെ എല്ലാവരിൽ നിന്നും കർമ്മ ഏറ്റുവാങ്ങിക്കൊണ്ട് റീഡിംഗ് എടുക്കുന്ന പ്രശസ്തരായ റീഡേഴ്സ് ഉണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് അത് ബെസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവരിൽ നിന്നും ഇൻഫർമേഷൻസ് കിട്ടും. ആരാണ് ആ യൂട്യൂബേഴ്സ് എന്ന് അവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ റീഡേഴ്സ് എന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ രേഖ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ വീഡിയോ അല്ല, കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ രേഖ ചേച്ചി, രേഖ വാസുദേവൻ എന്നാണ് അവരുടെ പേര്, അവർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രേഖ ചേച്ചി സഹായിക്കും. അപ്പോൾ നിങ്ങൾ അവരെ പോയിട്ട് അവരുടെ ആ ഒരു കമൻറ്റ് അതിൽ പോയാൽ നിങ്ങൾക്ക് ആളോട് ചോദിച്ചാൽ മതി, ആളോട് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഫ്രീ ആയിട്ട് എടുക്കുന്നത് ആരാണെന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രേഖ ചേച്ചി ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യണ്ടേ. രേഖ ചേച്ചി എൻ്റെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അത്രയും വലിയ റീഡേഴ്സ് ഉണ്ട്, ഫീസ് ഒന്നും നോക്കാതെ ചെയ്യുന്നവരുണ്ട്, തീരെ ഫീസ് വാങ്ങാത്തവരുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു കമൻറ്റ് പോയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക, നിങ്ങൾ റീഡിങ് എടുക്കുക കേട്ടോ. നല്ല റീഡേഴ്സ് ആണെന്ന് റീഡിങ് എടുക്കുന്നതിന് എന്താ തെറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് റീഡിങ് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് കാർഡ് എടുക്കാൻ വേണ്ടി പോവാണ്. പേജ് ഓഫ് സോഡ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ്. അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അകൽച്ച ഉണ്ടായിരിക്കാം, നിങ്ങളുമായിട്ട് പിണക്കുണ്ടായിരിക്കാം, നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. അവർ അതിന് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് നയൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ ജോബുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദൂരെ പോയി നിൽക്കുന്നുണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ അവർ എന്തെങ്കിലും രീതിയിൽ ഫിനാൻഷ്യലി ഉള്ള ഏതെങ്കിലും ബിസിനസ്സിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടായിരിക്കാം നിങ്ങളിൽ നിന്നൊന്ന് അകന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അത്രയും ഫിനാൻഷ്യലി അബാൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവരുടെ ഫാമിലി ഫിനാൻഷ്യലി ഓക്കെ ആണ്. അപ്പോൾ ചിലപ്പോൾ ഇവരുടെ ഫാമിലിയിലുള്ള ആളുകൾക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെയും കാട്ടിയും ഫിനാൻഷ്യലി ലോ ലെവലിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല. അവർക്ക് ഇതുപോലെ ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ മതി എന്നുള്ള ഒരു
അങ്ങനെയുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണ്. അവരുടെ ഫാമിലി സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് സോഡ്സ് ആണ്. ഈ ഒരു എനർജി കാണിക്കുന്നത് നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പഴയ കാലങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. പഴയ കാലത്ത്, അതായത് നിങ്ങൾ തമ്മിൽ മുൻപുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾ തമ്മിലുള്ള സംസാരങ്ങൾ, നിങ്ങൾ പോയ സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പഴയ, അതായത് പിറകോട്ട് നോക്കിയിട്ടാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. അവരുടെ ചിന്തകളിലൊക്കെ നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള നല്ല സമയങ്ങൾ, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല മൊമെന്റ്സ്, ഇതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ആ ഒരു ചിന്തകളിലും ആ ഒരു എനർജിയിലുമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ്. നിങ്ങളോട് ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം, നിങ്ങളുമായിട്ട് ഒരു നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് ഒരു കുറച്ചുകൂടി സ്ട്രെങ്തൻ ആക്കിയിട്ട് ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് അവർക്ക് ആഗ്രഹമുള്ളതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എനർജി കാണിക്കുന്നത് ചിലർക്ക് മാച്ച് ആവാം, ഒരു 90% ആളുകൾക്ക് മാച്ച് ആവില്ല, ഒരു 10% ആളുകൾക്ക് മാച്ച് ആവാം. ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ എല്ലാം പോസിറ്റീവ് കാർഡ്സിനെ വന്നോളന്നില്ലല്ലോ, ചില നെഗറ്റീവ് കാർഡ്സ് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടാണ്. അവർക്ക് ഇനി ഈ ഒരു സിറ്റുവേഷനിൽ തുടരാൻ താല്പര്യമില്ല. ഓക്കെ, അവർ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഏസ് ഓഫ് സോഡ്സ് ആണ്. ഈ ഒരു കാർഡ് എപ്പോഴും വരുന്നതായിട്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഇപ്പോഴും വന്നിട്ടുണ്ട്. ഒരുവിധ എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. ഓക്കെ, അതിന് വരും എന്നുള്ള വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത്. നിങ്ങളിലാണ് ആദ്യം മാറ്റം വേണ്ടത്, എങ്കിലേ നിങ്ങളുടെ പേഴ്സണിൽ മാറ്റം വരും. ഓക്കെ, അത് ഞാൻ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നറിയാം, എങ്കിലും പറയുന്നു. നിങ്ങളിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിലും മാറ്റം വരും. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളുടെ ഹാപ്പിനെസ്സുമായിട്ട് മുൻപോട്ട് പോകുന്നു എങ്കിൽ, നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണ് കിട്ടാതാവുന്നു എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യും. അവരുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് സോഡ്സ് ആണ്. ഇത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ജഡ്ജ്മെന്റ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണോ അർഹതയുള്ളത് അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് സ്നേഹത്തിന് അർഹതയുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്ക് അത്രയും സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് തന്നെ ആയിക്കൊള്ളണം എന്നില്ല ഇതൊക്കെ തിരിച്ചു കിട്ടുന്ന കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങൾ ഈ കൊടുത്ത സ്നേഹം മറ്റൊരാളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഈ പേഴ്സണിൽ നിന്ന് കിട്ടാതാവുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും തിരിച്ചു കിട്ടിയിട്ടില്ല, എനിക്ക് ചതി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അവരെന്നെ വിട്ടു പോവുകയാണ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവാം. പക്ഷെ മറ്റൊരു നല്ല മനസ്സിനുടമ അല്ലെങ്കിൽ നല്ലൊരു പേഴ്സൺ, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അവരിൽ നിന്നായിരിക്കാം നിങ്ങൾ ഈ കൊടുത്തതിൻ്റെ ഇരട്ടി സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം എവിടെയും പോവില്ല കേട്ടോ, അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നു.
അവർ ഇമോഷൻസ് മറച്ചു പിടിക്കുന്നു, അവർ പല കാര്യങ്ങളും നിങ്ങളോട് പറയാതെ മനസ്സിൽ തന്നെ അടക്കി വെച്ചിരിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ റീസൺസ് ചിലപ്പോൾ അവർ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. പെട്ടെന്നൊരു ദിവസം നിങ്ങളിൽ നിന്ന് മാറിപ്പോയതായിരിക്കാം. അപ്പോൾ അവർ അതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടി വേദന ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അറിയാതെ ഇരുന്നോട്ടെ, നിങ്ങൾ സമാധാനമായിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സണ് എല്ലാ ഇമോഷൻസും അടക്കി വെച്ച് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു പിടിച്ച് ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് റിപ്പീറ്റഡ് ആണ്, ദ മൂൺ കാർഡാണ്. ഈ കാർഡും അതേ ഒരു മീനിങ് തന്നെയാണ്. പല കാര്യങ്ങളും മറഞ്ഞിരിക്കുന്നതായിട്ടാണ്. നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഇവർക്ക്, അതായിരിക്കും എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നതെന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം, അത് എന്നോട് തുറന്ന് പറയാത്തതാവാം, അത് ഞാനും കൂടി അറിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും എന്നെ എഫക്റ്റ് ചെയ്താലോ എനിക്കത് വേദന ഉണ്ടാക്കിയാലോ എന്ന് കരുതിയാണ് എൻ്റെ പേഴ്സൺ ഇതൊക്കെ എന്നോട് മറച്ചു പിടിക്കുന്നേ എന്നാണ് നിങ്ങൾ കരുതേണ്ടത്. കാരണം നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിയാലേ നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വരുള്ളൂ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് തരാൻ പറ്റൂ. അതാണ് യൂണിവേഴ്സിൻ്റെ ട്രൂത്ത്. ഓക്കെ, യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് ഈ കാര്യം. അത് നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു കോൾ വന്നില്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുക, ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുക. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ വില്ലൻ. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. അങ്ങനെയാണ് ഈ നെഗറ്റീവ് എനർജി കാരണമാണ് പൊതുവെ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നതിന് കാരണം, അല്ലെങ്കിൽ ഒരാൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നതിന് കാരണം. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. എൻ്റെ പേഴ്സൺ എന്നെ ഇഷ്ടമാണ്, എനിക്ക് അതിന് ആ ഒരു പേഴ്സൺ എന്നെ സ്നേഹിക്കാൻ മാത്രമുള്ള അർഹത എനിക്കുണ്ട്, ഞാൻ സിൻസിയർ ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ ഒരു വിശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മളെ രേഖ ചേച്ചി ഉണ്ടല്ലോ, എൻ്റെ എല്ലാ വീഡിയോസിനും അടിയിൽ രേഖ ചേച്ചി കൃത്യമായിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നെഗറ്റിവിറ്റിയുടെ ഒരു വലിയൊരു ബണ്ടിലാണ് നമ്മുടെ ചേച്ചി. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി കൂടുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെഗറ്റിവിറ്റി ചേച്ചിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഫസ്റ്റ് ക്ലൂ 1994 അശ്വതി, മകീര്യം, പൂയം, ചിത്തിര, ചോതി, ഒക്ടോബർ. 1986 ലെറ്റർ ഒ, രേവതി, സെപ്റ്റംബർ 1996, 1985, 1999, നവംബർ, ലെറ്റർ ബി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, നല്ല ഒരു ലൈഫ് മുന്നിൽ കണ്ടുകൊണ്ട്, നല്ല ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കണ്ടുകൊണ്ട്, അങ്ങനെ നിങ്ങൾ ഡ്രീം ചെയ്യുക. നിങ്ങളുടെ നല്ല ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾ ഡ്രീം ചെയ്യുക. ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.